എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 104-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു പോലും. അതെന്തിനാണെന്ന് വക്കച്ചൻ ചേട്ടന് ആദ്യം മനസ്സിലായില്ല. നോട്ടീസ് കൊടുത്തുവിട്ടയാൾക്ക് തെറ്റിയതായിരിക്കുമോ? അങ്ങനെയൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ അതിലെഴുതിയ വിലാസം മാറിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അയാൾ പോയി പോലും. ആരോടെങ്കിലും ഇന്നുവരെ കടം വാങ്ങിയതായിട്ട് വക്കച്ചൻ ചേട്ടന് ഒരു ഓർമ്മയുമില്ല. പിന്നെ എങ്ങനെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും? അതായിരുന്നു തർക്ക വിഷയം. രണ്ടു പേർക്കും ഓർമ്മയില്ലെന്നുള്ളതാണ് അതിശയകരമായ കാര്യം. തർക്കം നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് കിച്ചു അങ്ങോട്ട് ചെന്നത്. രണ്ടു പേരും തമ്മിൽ കാര്യമായ തർക്കമെന്തോ ആണല്ലോ. ഏതായാലും എന്നോട് പറ, ഞാൻ കൂടെ അറിയട്ടെ. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. പറഞ്ഞു തീർന്നതും ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും ഒരുമിച്ചായിരുന്നു. വേണേൽ നോക്കടാ എന്ന മട്ടിൽ. സാധാരണ ചെയ്യുന്നത് പോലെ മയത്തിലൊന്നുമല്ല, അല്പം ബലത്തിൽ തന്നെയാണ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. ആ നോട്ടീസ് കിട്ടിയതിലെ ദേഷ്യം എന്തുമാത്രമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ കിച്ചുവിന് മനസ്സിലായി. അവനത് വായിച്ചു നോക്കി. സംഗതി ശരിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് നോട്ടീസ്. പലിശ അടയ്ക്കൽ മുടങ്ങി എന്നാണ് അതിൽ പറഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയാണ് അടയ്ക്കാനുള്ളത്. ഉടനെ അടച്ചില്ലെങ്കിൽ മേൽ നടപടികൾ സ്വീകരിക്കും എന്നാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. അന്നൊരിക്കൽ ടോമിച്ചായനും മറ്റും അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ ആവശ്യത്തിനു വേണ്ടി അപ്പച്ചൻ പോയി ലോൺ എടുത്തു കൊടുത്തില്ലേ? ആ ലോണിൻ്റെയാണ് പലിശ അടവ് മുടങ്ങിയിരിക്കുന്നത്. വർഷങ്ങൾ കുറേ ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് ഓർമ്മിക്കാത്തത്. അതിൻ്റെ പലിശയും മുതൽ തിരിച്ചടവും അവർ തന്നെ നടത്തിക്കോളാം എന്നായിരുന്നല്ലോ അന്ന് വാക്ക് പറഞ്ഞിരുന്നത്. വയസ്സനാകാലത്ത് കാരണവന്മാർക്ക് പണി തരാനുള്ള വഴി നോക്കിയതാണോ ആവും. ഇതേതായാലും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. മക്കളാണെങ്കിലും ശരി, അയൽക്കാരാണെങ്കിലും ശരി, പറഞ്ഞാൽ വാക്ക് പാലിക്കണം. ഇല്ലെങ്കിൽ അവരെ വെറുതെ വിടാൻ പാടില്ല. അന്ന് ലോൺ എടുപ്പിച്ചപ്പോൾ എന്തുമാത്രം പഞ്ചാരവാക്കായിരുന്നു. ആങ്ങളയ്ക്കും പെങ്ങൾക്കും. കാര്യം കാണാൻ നേരം അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ പലിശ അടയ്ക്കണം എന്ന കാര്യം രണ്ടു പേർക്കും ഓർമ്മയില്ലായിരിക്കും. ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ അങ്ങനെ പറയും, ഞങ്ങളത് മറന്നുപോയി, ഉടനെ അടച്ചുകൊള്ളാം എന്ന്. അവർ തന്നെയല്ലേ അടയ്ക്കേണ്ടത്. ഏതായാലും വക്കച്ചന് അത് അടയ്ക്കാനൊന്നും പറ്റില്ല. അതിനിപ്പോൾ പിള്ളേര് അടയ്ക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഏതു മനുഷ്യനായാലും മറവി പറ്റാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചു പോയതാണെങ്കിൽ അതവർ പരിഹരിച്ചുകൊള്ളില്ലേ? അന്ന് ഞാൻ അല്പം എതിർപ്പ് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കായിരുന്നു വലിയ നിർബന്ധം. അമ്മമാരല്ലെങ്കിലും എന്ത് കാര്യം വന്നാലും മക്കളുടെ സൈഡിലേക്ക് ചാഞ്ഞേ ചിന്താഗതി വരികയുള്ളൂ. ഈ കാര്യത്തിലും ഒരു കാരണവശാലും അതിന് വ്യത്യാസമാവുകയില്ലല്ലോ. സ്വന്തം മക്കൾ തങ്ങൾക്കെതിരെ പാരപണിയും എന്നൊന്നും വിചാരിക്കാൻ മാത്രം സങ്കുചിത ചിന്താഗതി അല്ല ദീനാമ്മച്ചിക്ക്. വക്കച്ചൻ ചേട്ടൻ അന്ന് തന്നെ അമേരിക്കയിലെ ടോമിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യം വിളിക്കുമ്പോൾ അവിടെ നേരം വെളുത്തുപോലും ഉണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് കിട്ടാത്തതുകൂടി ആയപ്പോഴേക്കും ദേഷ്യം അല്പം കൂടി കൂടി. കിച്ചുവാണ് പിന്നെ വിളിച്ചു നോക്കിയത്. കുറച്ച് സമയം കഴിഞ്ഞു അവൻ ഒന്നുകൂടി പരിശ്രമിച്ചു. അപ്പോൾ കിട്ടിയത് കിച്ചു കൊണ്ടുപോയി വക്കച്ചൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പച്ചൻ പറഞ്ഞാലേ ശരിയാകൂ. നോട്ടീസ് വന്നതിൻ്റെ കലിപ്പ് മുഴുവൻ മകനോട് പറഞ്ഞു തീർക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത്രയൊന്നും പറഞ്ഞില്ല. അപ്പച്ചന് ദേഷ്യമൊക്കെ ശമിക്കുന്നതായിട്ടാണ് അടുത്തു നിന്ന് കേട്ടുകൊണ്ടിരുന്ന കിച്ചുവിന് തോന്നിയത്. തൻ്റെ തോന്നലായിരിക്കാം. ആ ലോൺ എടുത്ത വിവരം തന്നെ ഞാൻ മറന്നുപോയിരുന്നു. കൃത്യമായി നീ പലിശ അടയ്ക്കുകയും അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നപ്പോൾ ഞാൻ ആകെ അയ്യടാ എന്നായി.
പിന്നെ അങ്ങനെ ആകാതിരിക്കുന്നത് എങ്ങനെയാടാ? കിച്ചു വന്ന് വായിച്ച് വിവരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി വിവരം അന്വേഷിക്കേണ്ടി വന്നേനെ. ആ ലോണിൻ്റെ പലിശയടവ് തുടങ്ങുന്നത് തന്നെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ തവണ പലിശ അടയ്ക്കാനുള്ള നോട്ടീസാണ് വന്നത്. അവന് ആ കാര്യം അറിയാമായിരുന്നെങ്കിൽ അതുകൂടി പറഞ്ഞു കൊടുത്തേനെ. ഏതായാലും അത് അവനോട് പറയാത്തത് നന്നായി. ഇപ്രാവശ്യം അടയ്ക്കാനേറ്റിരുന്നത് സോഫിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ അടച്ചു. ഇപ്രാവശ്യത്തെ അവൾ അടച്ചുകൊള്ളാം എന്നാണ് പറഞ്ഞിരുന്നത്. ഏതെങ്കിലും കാരണവശാൽ മറന്നുപോയി കാണും. ഞാൻ അവളോടുകൂടി ചോദിച്ചിട്ട് അതിന് വേണ്ട പരിഹാരമുണ്ടാക്കിക്കൊള്ളാം. അപ്പച്ചൻ അതോർത്ത് വിഷമിക്കേണ്ട. ദത്തുപുത്രന് ജോലിയൊക്കെ കിട്ടിയല്ലോ. സാമാന്യം നല്ല ശമ്പളവും ഉണ്ട്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ അതിൽ നിന്ന് അടച്ചുകൊള്ളാൻ പറയാം. എന്നാലും അത് പറയണമെങ്കിൽ തന്നെ നേരിട്ട് ചെന്നിട്ട് പറയാം. ഫോണിലൂടെ വേണ്ട. എന്നാലും അവൻ്റെ ശമ്പളം എന്തു ചെയ്യുന്നു എന്നൊന്ന് ചോദിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും എന്നെ ഇതേപോലെ തീ തീറ്റിക്കരുത്. പണ്ടത്തെ പോലെ ആരോഗ്യമില്ല, ഓർമ്മശക്തിയുമില്ല. പ്രായമായി വരികയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് ശരീരമൊക്കെ തളരും. ചിലപ്പോൾ അങ്ങനെ ഒരു തളർച്ചയിൽ തന്നെ അങ്ങ് തീർന്നു പോവുകയും ചെയ്യും. പിന്നെ ഒരു പലിശയ്ക്ക് നോട്ടീസ് വന്നു എന്ന് വിചാരിച്ച് പലിശക്കാരൻ വക്കച്ചൻ അങ്ങനെ തളർന്നു വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. ഏതായാലും അതൊന്നും സംഭവിക്കില്ല. പിന്നെ ആയുസ് എത്തിയാൽ ആരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ദത്തുപുത്രന് ജോലി കിട്ടിയിട്ട് ശമ്പളമൊന്നും വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നില്ലേ? ഞാൻ അറിഞ്ഞതിൻ പ്രകാരം സാമാന്യം നല്ല ശമ്പളമുള്ള ജോലിയാണല്ലോ അവന് കിട്ടിയിരിക്കുന്നത്. 1-2 മാസം കൂടുമ്പോഴൊക്കെ അവൻ വീട്ടിൽ വരാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ലായിരിക്കുമല്ലോ. ഇതവർ എപ്പോഴെങ്കിലും ചോദിക്കും എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അതിനുള്ള ഒരു ഉത്തരവും കരുതിയായിരുന്നു വക്കച്ചൻ നടന്നുകൊണ്ടിരുന്നത്. അവൻ്റെ ശമ്പളത്തിൽ നിന്നും ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇടുന്നത്. അവൻ കണക്കും തരുന്നുണ്ട്. എന്നാലും അതിൽ നിന്നൊന്നും എടുക്കണ്ട എന്നാണ് ദീനാമ്മ പറയുന്നത്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കും. പഠിപ്പിക്കാൻ പണം മുടക്കിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവന് ജോലി കിട്ടി അത് തിരിച്ചു തന്നുകൊള്ളും എന്ന്. ഇപ്പോൾ പറയുന്നു അവൻ്റെ പണമൊന്നും വാങ്ങുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം എന്താ മക്കൾക്ക് മാത്രമേ ഉള്ളൂ? വന്നവനും അതിനുള്ള ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. കുറേ ഉത്തരവാദിത്വം അവനും കൂടി വഹിക്കണം. അതല്ലേ അതിൻ്റെ ന്യായം? എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. അവൻ്റെ ശമ്പളം നേരിട്ട് അപ്പച്ചൻ്റെ കയ്യിലേക്ക് വാങ്ങുകയായിരുന്നു വേണ്ടത്. അതിനി നിങ്ങൾക്ക് 2 പേർക്കും പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ? എങ്കിൽ ഞാൻ അവനെ വിളിച്ചു പറയാം. കുറേ പണം അപ്പൻ മുടക്കിയതല്ലേ അവന് വേണ്ടി. എന്നിട്ട് എന്ത് തിരിച്ചു കിട്ടി? പുണ്യമോ? എന്തായാലും ടോമിക്കും സോഫിക്കും വേണ്ടി മുടക്കിയതിൻ്റെ 4/1 പോലും കിച്ചുവിനു വേണ്ടി മുടക്കിയിട്ടില്ല. എന്നിട്ടും ഇപ്പോഴും 1-2 മാസം കൂടുമ്പോൾ വന്ന് വിവരങ്ങൾ അന്വേഷിക്കാനും വേണ്ടത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു തരാനും അവനുണ്ട്. വീട്ടിലെ പണിക്ക് വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി തരാനും അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം മക്കൾ ഇങ്ങോട്ട് തരുന്നതിന് പകരം ഉള്ള സ്ഥലം കൂടി പണയം വെച്ച് ലോൺ എടുത്തിരിക്കുന്നു. അവർക്കാണ് കിച്ചുവിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാത്തതിൽ വിഷമം. അവർ നേരിട്ട് സംസാരിക്കാൻ പോലും. തിരിച്ചു കിട്ടിയതിൻ്റെ കണക്കൊക്കെ പറയാതിരിക്കുകയാണ് ടോമി നല്ലത്. നിങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയും അതുപോലെ ഞാൻ പണം മുടക്കിയല്ലോ. സ്വന്തമാണെന്ന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ സമ്മതിച്ചു. അവന് വേണ്ടി മുടക്കിയതിനേക്കാൾ എത്രയോ കൂടുതലാണ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. എന്നിട്ട് നിങ്ങളെന്താ തിരിച്ചു തരുന്നത്? അതൊന്ന് കേൾക്കട്ടെ. എന്നിട്ടും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്കും എന്താ ശമ്പളമില്ലേ? അത് എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. എങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടവനായി അവനെ വീട്ടിൽ നിർത്തിക്കൂ.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇനി അങ്ങോട്ട് വരേണ്ട കാര്യവുമില്ലല്ലോ. ഞങ്ങളെക്കാൾ നല്ല ഒരു പുത്രനെ അവിടെ നിന്നും ലഭിച്ച സ്ഥിതിക്ക് കാര്യം അവൻ തന്നെ അങ്ങ് നോക്കിയാൽ പോരെ? അതല്ലേ അതിൻ്റെ ശരി. അപ്പച്ചനോട് തർക്കത്തിനൊന്നും ഞാനില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പലിശ ഉടനെ അടച്ചേക്കാം. അപ്പച്ചൻ ബാങ്കിൽ പോവുക പോലും വേണ്ട. ടോമി ഇനി അഥവാ പലിശ അടയ്ക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊന്ന് അന്വേഷിപ്പിക്കണമല്ലോ. ഇനിയിപ്പോൾ താൻ നേരിട്ട് പോകുന്നതിലും നല്ലത് കിച്ചുവിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ്. അടുത്ത പ്രാവശ്യം അവൻ വരുമ്പോഴാകട്ടെ. അല്ലെങ്കിൽ ബാങ്ക് മാനേജറുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അവനെ കൊണ്ട് വിളിപ്പിച്ച് ഒന്ന് അന്വേഷിപ്പിക്കാം. വിവരങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അറിയാമല്ലോ. കിച്ചു വിവരമന്വേഷിക്കും മുമ്പ് തന്നെ ടോമി ഒരു തവണത്തെ പലിശ അടച്ചു. എന്നാലും ഇനിയും 2 തവണത്തെ പെൻഡിങ്ങായി കിടക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും പദ്ധതി എന്താണാവൂ? പ്രായമായ കാരണവന്മാർക്ക് ദ്രോഹം ചെയ്ത് ശാപം വാങ്ങിയെടുക്കുമോ രണ്ടാളും? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ.